മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ഒരവസ്ഥയും സ്ഥിരമല്ല. ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞെന്ന് വിശ്വസിക്കുമ്പോഴും ഒരു വഴി നിങ്ങളെ തേടി എത്താതിരിക്കില്ല. ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന് അറിവില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാൻ ആളുകൾ കൂടും തോറും പ്രശ്നങ്ങളെ സ്വയം നേരിടാനുള്ള നിങ്ങളുടെ കരുത്ത് ക്ഷയിച്ചുകൊണ്ടിരിക്കും. ഏത് സാഹചര്യത്തിലായാലും പ്രലോഭനങ്ങൾക്ക് വഴങ്ങാൻ മനസ്സിനെ അനുവദിക്കരുത്. ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത നിമിഷങ്ങളുണ്ടാകും. അന്നു മുതൽ നിങ്ങൾ നിങ്ങൾക്കു വേണ്ടി സംസാരിച്ചു തുടങ്ങും. സ്വയം തീരുമാനിച്ചു തുടങ്ങും. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കില്ല. നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകാത്ത മുഴുവൻ ചിന്തകളെയും മനസ്സിൽ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും. ഭക്തരെ, നിങ്ങൾ ചെയ്യുന്ന കാര്യം അത് ചെറുതോ വലുതോ എന്തുതന്നെ ആയിക്കൊള്ളട്ടെ, അത് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ശരി. മനുഷ്യനിൽ ഭക്തി നിറയുമ്പോൾ അവനിൽ മനുഷ്യത്വം ഉണ്ടാകുന്നു. ഈ ലോകത്തിൽ നിങ്ങൾ 100 തവണ ഒരു വ്യക്തിയെ സഹായിച്ചു നോക്കൂ, അതവർ മറക്കും. ഒരിക്കൽ മാത്രം സഹായം നിരസിക്കുക, അത് എപ്പോഴും അവർ ഓർത്തിരിക്കും. ചിന്തകളുടെ ശക്തി എപ്പോഴും തിരിച്ചറിയുക. ഓരോ ദിവസവും നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് കാലക്രമേണ നിങ്ങൾ അതായി മാറുന്നു. പ്രായത്തിനനുസരിച്ച് പ്രകടിപ്പിക്കേണ്ട പക്വതയും ആർജവവും ഇല്ലാതെ വന്നാൽ കാഴ്ചക്കാരും വഴിപോക്കരുമെല്ലാം നിങ്ങളുടെ വിധികർത്താക്കളാകും. ഭക്തരെ, ഒരാളുടെ തെറ്റുകൾ ഒരിക്കലും മറ്റുള്ളവരോട് പറയരുത്. അയാളോട് തന്നെ പറയുക. കാരണം ആ തെറ്റു തിരുത്തേണ്ടത് അയാളാണ്, മറ്റുള്ളവരല്ല. നന്മയുടെ പ്രകാശം നിങ്ങളിലുണ്ടെങ്കിൽ ഒരിക്കലും ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ ആവില്ല. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടേതായ ശരികളുണ്ടാകും. അത് മറ്റുള്ളവർക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ അവർക്കും ഉണ്ടാകണം. നിങ്ങൾ മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായൊരു ജീവിതം നയിക്കാൻ കഴിയില്ല. അതിനാൽ എപ്പോഴും നിങ്ങൾ ഒരു ലക്ഷ്യം കണ്ടെത്തുക. ആ ലക്ഷ്യം നേടാനായി കഠിനമായി പ്രവർത്തിക്കുക. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ മഹാദേവന്റെ അനുഗ്രഹം നിങ്ങളിൽ എപ്പോഴും ഉണ്ടാകും. ഓം നമഃ ശിവായ.